എല്ലാവർക്കും നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയർ ചലഞ്ചിൻ്റെ 51ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തലേ ദിവസം നൈറ്റ് ഓയിലൊക്കെ ചെയ്തിട്ട് മുടി പിന്നി കെട്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഞാൻ അഴിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നൈറ്റിൽ ഓയിൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് മുടിയുടെ ലെങ്തിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നൈറ്റിൽ ഇനി ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഒന്നുകിൽ രാവിലെ ഓയിൽ ഇട്ട് വയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് മുടിയുടെ ലെങ്തിലേക്കും സ്കാൽപ്പിലേക്കും ഓയിൽ വളരെ കുറച്ച് ഓയിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അത് അപ്ലൈ ചെയ്ത് ചെറു ചൂടോടെ നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം, മുടിയുടെ ലെങ്തിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷം ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ചലഞ്ച് എടുക്കുന്ന എല്ലാവരും എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് സമയമുള്ള നേരത്ത് ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവരും എന്തായാലും ചലഞ്ച് ഡേയ്സിൽ ഈ ഒരു കാര്യം മിസ് ചെയ്യാൻ പാടില്ല. എന്തായാലും എല്ലാ ദിവസവും നിങ്ങളിത് ചെയ്തിരിക്കണം കേട്ടോ. അപ്പം ഞാനിപ്പോൾ മുടിയുടെ ലെങ്തിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണില്ല, കാരണം എൻ്റെ മുടി അത്യാവശ്യം ഒരു ഓയിലി ടൈപ്പ് ഓഫ് ഹെയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ മുടിയുടെ ഒരു ലെങ്തിലേക്ക് ഓയിൽ ആവശ്യം വരില്ല. കാരണം ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കാൽപ്പിൽ നാച്ചുറലി ഒരു ഓയിൽ ഉണ്ടാകും കേട്ടോ. നമ്മുടെ ആ ഒരു തലയോട്ടിൽ നാച്ചുറലായിട്ട് തന്നെ ഒരു ഓയിലുണ്ട്. അപ്പോൾ ആ ഒരു ഓയിലും പിന്നെ നമ്മൾ എക്സ്ട്രാ പുറമേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഓയിലും എല്ലാം കൂടി നമ്മൾ ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അത് ആ ഒരു മുടിയുടെ ലെങ്തിലേക്കും കൂടി എത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മിക്കപ്പോഴും ഈ ഒരു ഷാമ്പു വാഷോ കാര്യങ്ങളോ ചെയ്യാത്ത ദിവസങ്ങളിൽ ഈ ഒരു മുടിയുടെ ലെങ്തിലേക്ക് മിക്കപ്പോഴും ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം അങ്ങനെ വരാറില്ല. അപ്പോൾ ഞാൻ ആ ഒരു ഹെയർ പാക്ക് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഇവിടെ കുഞ്ഞിപ്പെണ്ണ് എണീച്ചു. അപ്പോൾ ആൾ ഉറങ്ങിക്കഴിഞ്ഞ നേരത്താണ് ഞാനൊരു വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആൾ 2 വട്ടം ഉണർന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ നേരം കട്ട് ചെയ്ത് പോയിട്ടാണ് വീണ്ടും ഉറക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തവണ വീണ്ടും എണീറ്റു കേട്ടോ. അപ്പോൾ ഇനി ആൾക്ക് ഉറക്കമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ ഡെലിവറി കഴിഞ്ഞിട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക്, അതായത് അമ്മമാർക്കൊക്കെ ഈ ഒരു ചലഞ്ച് എടുക്കുകയെന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു വലിയ ടാസ്ക് ആയിരിക്കും. കാരണം കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു സമയവും ഉണ്ടാകില്ല, അതായത് വെറുതെ ഇരിക്കാൻ അവർക്ക് ഒരു നേരവും ഉണ്ടാകില്ല. അപ്പം ഇതൊക്കെ ചെയ്ത് കൊടുക്കാനും അത്യാവശ്യം സമയം വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ, അമ്മമാർക്കൊക്കെ ഇത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമയം കിട്ടുന്ന നേരത്തെ എന്തായാലും നിങ്ങളുടെ ആ ഒരു മുടിക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ മുടി കൊഴിച്ചിലുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അതായത് ആ ഒരു മുടി കൊഴിച്ചിലിനെ ജസ്റ്റ് നമുക്ക് കുറയ്ക്കുക മാത്രമല്ല, ആ ഒരു കൊഴിഞ്ഞു പോയ മുടികളേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കൂടി ഇത് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവളെ ജസ്റ്റ് ഒന്ന് തറയിലാക്കി കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്തിട്ട് വീണ്ടും എൻ്റെ ആ ഒരു പരിപാടി തുടരുകയാണ്. അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് 49ാമത്തെ ദിവസം അപ്ലൈ ചെയ്ത് കൊടുത്ത അതേ ഹെയർ പാക്കാണ് കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഞാൻ വീണ്ടും ഒന്നും കൂടി ഈ ഒരു വീഡിയോയിൽ ഹെയർ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കാത്തത്. അപ്പോൾ ഈ ഒരു ചലഞ്ച് എടുത്തു വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അറിയാമായിരിക്കും ഇതെങ്ങനെയാണ് ഈ ഒരു ചലഞ്ച് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളും അവർക്ക് നന്നായിട്ട് അറിയാമായിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ആ ഒരു ഹെയർ പാക്ക് കാണിക്കാത്തത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ആ ഒരു 49ാമത്തെ ദിവസത്തെ വീഡിയോ കണ്ടാൽ മതി. ഇനി പുതിയ ആൾക്കാരാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ദിവസത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. എങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് അതിനകത്തുണ്ട്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഇപ്പോൾ നേരം എണീറ്റ് നിൽക്കലും പരിപാടികളൊക്കെ തുടങ്ങിയതുകൊണ്ട് തന്നെ ആൾ എന്നെ പിടിച്ച് കയറി എണീറ്റ് വരികയാണ് കേട്ടോ.
അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് തലയിൽ, അതായത് നമ്മുടെ സ്കാൽപ്പിൽ എല്ലായിടത്തും ഓരോരോ സെക്ഷൻസായിട്ട് എടുത്തിട്ട് എല്ലാ ഹെയർ പാക്കും അപ്ലൈ ചെയ്ത് കൊടുക്കണ പോലെ തന്നെ ഓരോരോ വകച്ചില്ലുകൾ എടുത്തിട്ട് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഒനിയനും അതുപോലെ തന്നെ ലെമണും നമ്മുടെ മുടിക്ക് അത്യാവശ്യം എല്ലാ പോഷകങ്ങളും കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും, അതായത് ഡാൻഡ്രഫ്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം, മുടി കൊഴിച്ചിൽ തടയാൻ സഹായിക്കും. അതുപോലെ തന്നെ പുതിയ മുടികൾ ധാരാളം കിളിർത്ത് വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ നന്നായിട്ട് ഈ ഒരു ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ, ഇതിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഹെയർ പാക്കും കാര്യങ്ങളും നന്നായിട്ട് ആ ഒരു ഫ്രണ്ട് ഏരിയയിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ആ ഒരു കൊഴിഞ്ഞു പോയിടത്തൊക്കെ ആ ഒരു പുതിയ മുടികൾ വരാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നമുക്കൊരു 30 മിനിറ്റ്സ് ടു 1 അവർ വരെ വെച്ചേക്കാം. അതിന് ശേഷം വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഷാമ്പോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാനേ പാടുള്ളൂ. അപ്പോൾ ഇതിന് ഒരു ലെമണും കൂടി ചേരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ ആ ഒരു ഒനിയൻ്റെ ആ ഒരു കുത്തുന്ന സ്മെല്ല് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അത്യാവശ്യം സ്മെല്ല് ഉണ്ടാകും, എന്നാലും കുറച്ച് കുറവായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് വലിയതായിട്ട് ഈ ഒരു സ്മെല്ലിൻ്റെ കാര്യവും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവർ മൈൽഡായിട്ട് എന്തെങ്കിലും താളിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയാം. പുറത്തൊക്കെ പോകുന്ന ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഫുള്ളായിട്ട് ആ ഒരു ഫ്രണ്ട് ഏരിയയിലും സ്കാൽപ്പിലും എല്ലായിടത്തും നന്നായിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുടി ഒന്ന് കെട്ടി വയ്ക്കാം കേട്ടോ. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു ഇത് എന്ന് പറയുന്നത് ഞാൻ ആ ഒരു സെൻറ്റർ ഏരിയയിൽ ഒരു എടുത്ത് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനി മുടി മേലെ കെട്ടി വയ്ക്കാം. എന്നിട്ടൊരു 30 മിനിറ്റ്സ് ടു 1 അവർ വരെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ നാളത്തെ ദിവസം നമുക്ക് ഹെയർ പാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇന്ന് നൈറ്റ് ഓയിൽ അപ്ലൈ ചെയ്യുന്നവർ അങ്ങനെ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നാളെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നവർ അങ്ങനെ ചെയ്യുക. വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.